എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ മാറ്റുന്നത്? അണ്ണാമലയെ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ്, പ്രത്യേകിച്ച് യുവാക്കളുടെയിലും സ്ത്രീകളുടെയിലും. ഈ അണ്ണാമലയെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഏറ്റെടുക്കുന്നതിന് മുന്നേ ബി ജെ പിക്ക് അവിടെ വെറും 3% വോട്ടാണ് ഉണ്ടായത്. അപ്പോൾ അണ്ണാമലയുടെ കഠിന പ്രയത്നം കാരണം 2024 പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്ത് ബി ജെ പിക്ക് 12% വോട്ട്. ഒരാളും പ്രതീക്ഷിച്ചില്ല ബി ജെ പിക്ക് ഡബിൾ ഡിജിറ്റ് വോട്ടിംഗ് പെർസെൻറ്റേജ് തമിഴ്നാട്ടിൽ കിട്ടുന്ന DMK പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എല്ലാവരും പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു അണ്ണാമല അവിടെ എന്ന് പറയുന്നത്. അണ്ണാമലയുടെ കഠിന പ്രയത്നമാണ് 12% വോട്ടിംഗ് പെർസെൻറ്റേജ് ബി ജെ പി കൊടുത്തത്. അപ്പോൾ അണ്ണാമലെ ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് എൻ മണ്ണ് എൻ മക്കൾ എന്ന് പറയുന്ന, അതായത് ഇലക്ഷൻ നടക്കുന്ന ഒരു വർഷം മുന്നേ തന്നെ എൻ മണ്ണ് എൻ മക്കൾ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഗ്രാമാന്തരം സഞ്ചരിച്ച് ഓരോ ആൾക്കാർ വീടുകളൊക്കെ താമസിച്ച് ഓരോ ആൾക്കാർ നേരിട്ട് കണ്ട് കേന്ദ്ര സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന, ഇന്ത്യയിലെ പാവപ്പെട്ട ആൾക്കാർ നടപ്പിലാക്കുന്ന പല ക്ഷേമ പദ്ധതികളും ശരിക്കും ജനങ്ങളിൽ എത്തിച്ചു എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ എന്താണ് ഉണ്ടായത്? ആദ്യം തന്നെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ പാർട്ടികൾ, DMK മറ്റ് പാർട്ടികളൊക്കെ അണ്ണാമലയെ ആക്ഷേപിക്കാൻ തുടങ്ങി, അണ്ണാമലയെ കളിയാക്കാൻ തുടങ്ങി. ഇവനിവിടെ എന്തെടുക്കാനാണ്? IPS ഉദ്യോഗസ്ഥ ജോലി കളഞ്ഞിട്ട് ഇവനിവിടെ എന്തെടുക്കാനാണ്? പ്രത്യേകിച്ച് ദ്രവീഡിയൻ 2 പാർട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും ശക്തമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ അങ്ങനെ 2 പേര് ഉള്ളൊരു സ്ഥലത്ത് എങ്ങനെ ഒരു നേട്ടം കൊയ്യാം ബി ജെ പിക്ക്? അത് എങ്ങനെ കൊയ്യാൻ പറ്റും അണ്ണാമലയ്ക്ക്? അതൊക്കെയായിരുന്നു ഇവർ ആക്ഷേപം. പക്ഷേ ആദ്യത്തെ 3 മാസം കഴിയുമ്പോണ്ടല്ലോ അവിടുത്തെ യുവാക്കളും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അണ്ണാമലയുടെ പുറകിൽ അണിനിരക്കാൻ തുടങ്ങി. ഇവർക്ക് മനസ്സിലായി ബി ജെ പി വന്നാൽ മാത്രമേ രാജ്യം രക്ഷപ്പെടൂ. അതായത് ഇവിടെ DMK സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബ പാർട്ടിയാണ്. ഈ കുടുംബ പാർട്ടി വർഷങ്ങളായിട്ട് ഇവിടെ എന്താ പറയുക കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ബി ജെ പി വന്നാൽ മാത്രമേ ഒരു മാറ്റം തമിഴ്നാട്ടിൽ ഉണ്ടാകൂ. അതായത് തമിഴ്നാട് ഒരുപാട് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അവിടെ ഒരുപാട് റിസോഴ്സ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരുപാട് സംരംഭങ്ങൾ അവിടെ കൊണ്ടുവരാം. തമിഴ്നാട് എന്താ പറയുക ഇന്ത്യയിലെ ഏറ്റവും സൂപ്പർ സ്റ്റേറ്റ് ആക്കി മാറ്റാൻ പറ്റും. അതിനുള്ള റിസോഴ്സും അതിനുള്ള എല്ലാ കാര്യങ്ങളും തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഇവിടുത്തെ കുടുംബ പാർട്ടി DMK എന്താ പറയേണ്ടത്, അവിടെ ലൂട്ട് ചെയ്യുന്നു. അവിടുത്തെ റിസോഴ്സും പണങ്ങളും എല്ലാം എന്താ പറയേണ്ടത് അവിടെ ഒരു കുടുംബത്തിലേക്ക് മാത്രമാണ് പോകുന്നത്. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് അണ്ണാമലയെ തമിഴ്നാട് ജനങ്ങൾ, യുവാക്കളൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് അത് ഇത്രയും ഡൈനാമിക്കായിട്ട് നിൽക്കുന്ന ഒരു ലീഡറാണ് പെട്ടെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ തമിഴ്നാട് പോലത്തെ ഒരു സൗത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് BJP പോലൊരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ മൊത്തം ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് അണ്ണാമലയെ. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രണ്ട് വർഷം കൊണ്ട് തന്നെ അണ്ണാമല എന്താ പറയുക ഭാവി പ്രധാനമന്ത്രി എന്ന പേര് പോലും പറയാൻ തുടങ്ങിയ ആൾക്കാർ, ദേശീയ മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിൽ യോഗി ആദിത്യനാഥൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ണാമലയാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം 2 വർഷം കൊണ്ട് അണ്ണാമല അത്രത്തോളം ഒരു ഫിഗറായി മാറി, BJP എന്താ പറയുക ടോപ്പ് ലെവലിലുള്ള ഒരു ഫിഗറായി മാറി. എല്ലാ സംസ്ഥാനത്തും അണ്ണാമലയെ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് എല്ലാ സംസ്ഥാനത്തും അണ്ണാമല പ്രസംഗ ആൾക്കാർ യൂട്യൂബിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കുന്നു, ഷെയർ ചെയ്യുന്നു. എന്താ പറയേണ്ടത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇതിലൊക്കെ ഒരുപാട് അണ്ണാമലയുടെ പ്രസംഗങ്ങളും വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുന്നു. ഭയങ്കര ഫാൻസ് അണ്ണാമലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നു. അവിടുത്തെ യൂട്യൂബേഴ്സൊക്കെ അത്രയും പോപ്പുലറായ ലീഡറായി മാറി ഈ 2 വർഷം കൊണ്ട്. അപ്പോൾ ഇത്രയും കാലിബറുള്ളൊരു നേതാവിനെ എന്തുകൊണ്ടാണ് BJP കേന്ദ്ര നേതൃത്വം ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റുന്നത്? അപ്പോൾ ഇപ്പോൾ അണ്ണാമലയ്ക്ക് എന്താ പറയുക എന്ത് പൊസിഷനാണ് കൊടുക്കുന്നതെന്ന് ഒരു വ്യക്തതയില്ല. BJPയുടെ കാര്യം അറിയില്ല, ആര് ഏത് പൊസിഷനിൽ വരുന്നു ആർക്കും ഒന്നും അറിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അറിയൂ. ഇപ്പം കേരളത്തിൽ തന്നെ കണ്ടില്ലേ, കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ ആരാവുന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നത്. MT രമേശ് ആവും, K സുരേന്ദ്രൻ തന്നെ തുടർന്നേക്കും, പിന്നെ ശോഭാ സുരേന്ദ്രൻ ആയേക്കും, അങ്ങനെ ഒരുപാട് പേരുകൾ വന്നിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. അപ്പോൾ അണ്ണാമല ഇപ്പോൾ തമിഴ്നാട് BJP സ്ഥാനത്ത് മാറ്റുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2026 അവിടെ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ആ ഇലക്ഷനിൽ BJP അവിടെ ഒരു ADMK ആയിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കറിയാം 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് അത് ADMK 21%, BJPക്ക് 12%, പിന്നെ DMKക്ക് 27%. ഈ ADMKയും BJPയും ചേർന്ന് കഴിഞ്ഞാൽ തന്നെ എത്രയും 34% വോട്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ BJPയും ADMKയും ഒരു അലയൻസിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര MP കിട്ടും? ഓക്കെ, അപ്പോൾ അത് ശരിക്കും അണ്ണാമലയുടെ പിടിവാശിയുടെ പുറത്താണ് പോയത് എന്നൊരു ആക്ഷേപം തമിഴ്നാട് BJP നേതാക്കന്മാർക്കുണ്ട്. പക്ഷേ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് അതില്ല കേട്ടോ. ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ അണ്ണാമലയ്ക്ക് ദേശീയ നേതൃത്വത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ BJP സ്വന്തം കാലിൽ തമിഴ്നാട് നിൽക്കുക, ആരെ സഹായമില്ലാതെ ഒറ്റക്കാലിൽ നിൽക്കുക. അതാണ് അണ്ണാമല BJP കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്ത വാക്ക്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അണ്ണാമല അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ADMK പോലും അടുപ്പിച്ചില്ല, അവർക്കെതിരെ നിരന്തരം ആക്ഷേപമൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അണ്ണാമല. അപ്പോൾ ഇപ്പോൾ BJPക്ക് ഉണ്ടല്ലോ എന്തായാലും ഭരണം പിടിച്ചേ പറ്റൂ, ഇനി ഒരുപാട് വർഷം അങ്ങനെ കാത്തിരിക്കുന്ന അങ്ങനത്തെ പരിപാടി വേണ്ട എന്നാണ് BJP കേന്ദ്ര നേതൃത്വം അണ്ണാമലയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്
ഒരു അലയൻസ് ഉണ്ടാക്കാൻ പോവാണ് തമിഴ്നാട്ടിൽ എ ഡി എം കെയും ബി ജെ പിയും തമ്മിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 2026 നടക്കുന്ന ഇലക്ഷനിൽ ഈ സഖ്യം ഭരണത്തിൽ വരും. അവിടെ തമിഴ്നാട്ടിൽ ഒരു NDA ഭരണം ഉണ്ടാകും എന്നാണ്. പക്ഷേ ഈ എടപ്പാടി പളനിസ്വാമി ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ BJP കേന്ദ്ര നേതൃത്വത്തെ കണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ കണ്ട് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അണ്ണാമലയായിട്ട് സഹകരിക്കാൻ പറ്റില്ല, അണ്ണാമല ഭയങ്കര സ്ട്രിക്റ്റാണ്, പറഞ്ഞതുമാരെ ചെയ്യും, കടുംപിടുത്തക്കാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് തമിഴ്നാട്ടിലിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരാൾക്കാരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് സഖ്യം വേണമെന്നുണ്ടെങ്കിൽ ഈ അണ്ണാമലയെ മാറ്റിയിട്ട് വേറൊരാളെ വെക്കണം എന്ന് അവർ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും പരിഗണിച്ചേ പറ്റൂ. ഇപ്പോൾ തമിഴ്നാട് പ്രത്യേകിച്ച് രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ 27% വോട്ട് മാത്രമേ DMK-ക്കുള്ളൂ. BJPയും ADMK ചേർന്നതിന് 34% വോട്ടായി. അപ്പോൾ ഇവിടെ വിജയുടെ പാർട്ടിയുണ്ട്, TVK ഉണ്ട്, തമിഴ് വെற்றி കഴകമുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഈ വിജയുടെ പാർട്ടി പിടിക്കുന്ന വോട്ട് ആരായിരിക്കും എന്നറിയോ? പ്രത്യേകിച്ച് ഈ DMK-യുടെ ഇതായിരിക്കും. അപ്പോൾ വിജയുടെ പാർട്ടി മാക്സിമം വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 27% എന്നില്ല വോട്ട് DMK-ക്ക് ഒരു 7% വോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അവർ തീർന്നു. പിന്നെ എന്തായാലും അവിടെ ആരാ അധികാരത്തിൽ വരാൻ പോകുന്നത്? ഈ NDA സർക്കാരായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവരുടെ സ്ട്രാറ്റജി BJP-യുടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അണ്ണാമലയെ തമിഴ്നാട് ദേശീയ അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്, ഇപ്പോൾ BJP-യുടെ ദേശീയ അധ്യക്ഷൻ ഇതുവരെ പ്രഖ്യാപിച്ചില്ല. ചില ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അണ്ണാമലയെ BJP-യുടെ ദേശീയ അധ്യക്ഷനാക്കാൻ സാധ്യതയുണ്ടെന്ന്. പിന്നെ മറ്റു ചിലർ പറയുന്നത് BJP-യുടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാകാനും സാധ്യതയുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങൾ BJP കാണുന്നുണ്ട്. ഈ BJP ദേശീയ നേതൃത്വം RSS ഒക്കെ അണ്ണാമലയെ കാണുന്നത് ഒരു പ്രൈം മിനിസ്റ്റർ മെറ്റീരിയലായിട്ട് തന്നെയാണ്. യോഗി ആദിത്യനാഥ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥിനൊപ്പം അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രൈം മിനിസ്റ്റർ മെറ്റീരിയലായിട്ടാണ് അണ്ണാമലയെ BJPയും RSS ഒക്കെ കാണുന്നത്. അണ്ണാമല ഒരു കറകളഞ്ഞൊരു രാഷ്ട്ര സ്നേഹിയാണ്. അതായത് രാജ്യത്തിന് വേണ്ടി ഏതറ്റം വരെ തൻ്റെ രാജ്യം അതൊരു പ്രൈം കൺസിഡറേഷൻ കൊടുക്കുന്ന ഒരാളാണ് അണ്ണാമലൈ. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അണ്ണാമലയെ ഡൽഹിയിലോട്ട് കൊണ്ടുവരുന്നത്. ഇനിയുണ്ടല്ലോ അണ്ണാമലയുടെ ഇതെന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയം തന്നെയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവിടെ ആരെങ്കിലും ഭാവിയിൽ BJP ഒറ്റയ്ക്ക് ഭരണം കിട്ടിയാൽ പോലും അണ്ണാമല ചിലപ്പം തമിഴ്നാട് CM ആവാൻ സാധ്യത കുറവാണ്. പക്ഷേ അണ്ണാമലയ്ക്ക് മുന്നിൽ അതിലും വലിയ കാര്യങ്ങളാണ് BJPക്ക് BJPക്ക് അകത്ത് ലഭിക്കാൻ പോകുന്നത്. ഭാവിയിൽ ഒരു പ്രധാനമന്ത്രി പോലും ആകാൻ ഒരു കപ്പാസിറ്റിയും കാലിബറും ഉള്ള ഒരാളാണ് അണ്ണാമലൈ. അപ്പോൾ ഇപ്പോൾ അണ്ണാമലയെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റിയിട്ട് ഡൽഹിയിലോട്ട് കൊണ്ടുവരുമ്പോൾ BJPക്ക് മുന്നോട്ട് ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ BJPക്ക് ഇപ്പോൾ ഉണ്ടല്ലോ കുറച്ച് വർഷം കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അദ്ദേഹത്തിന് 80 വയസ്സായി. അപ്പോൾ ഇനി അധികകാലം അദ്ദേഹത്തിന് ഈ NSA അഡ്വൈസറായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് അണ്ണാമല ആ പോസ്റ്റിലോട്ട് വരും എന്നല്ല, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും അണ്ണാമലയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും BJP കേന്ദ്ര നേതൃത്വം. ഭാവിയിലുണ്ടല്ലോ ചിലപ്പോൾ ഒരു ആഭ്യന്തര സഹമന്ത്രിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അജിത് ഡോവലിനേക്ക് അസിസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അണ്ണാമലയെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുകയാണ് BJP. ഭാവിയിൽ അമിത്ഷാക്ക് ഇപ്പോൾ ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുള്ളിക്കാരനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അമിത്ഷാക്ക് 60 വയസ്സ് മാത്രമേ ആയുള്ളൂ. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി BJP അണ്ണാമലയെ ഡൽഹിയിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ BJP ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തര സഹമന്ത്രിയായിട്ട് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യും. സെയിം ടൈം പാരലലി ഈ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിനെ ഹെൽപ്പ് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ഒരു ലീഡർ ആവാൻ പോകുകയാണ് അണ്ണാമലൈ. സൗത്തിൽ നിന്നുള്ള ഒരാൾ, തമിഴ്നാട് നിന്നുള്ള ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭാവിയിലാകുമെന്ന് അമിത്ഷാ പറഞ്ഞത് ഓർമ്മയുണ്ട്. ഏകദേശം ഒരു വർഷം മുന്നേ തന്നെ തമിഴ്നാട്ടിലെ ഒരു റാലിയിൽ അമിത്ഷാ പറഞ്ഞിരുന്നു, ഒരു തമിഴൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന കാലം വിദൂരമല്ല എന്ന് അമിത്ഷാ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ണാമലയെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്. അത്രയും കാലിബറും കപ്പാസിറ്റിയുള്ള ഒരാൾ തന്നെയാണ്, പ്രൈം മിനിസ്റ്റർ മെറ്റീരിയൽ തന്നെയാണ്. നിങ്ങൾ ഗൂഗിളിൽ ഇപ്പോൾ അടിച്ചു നോക്കുക, ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ ഇൻ ഇന്ത്യ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 10 അണ്ണാമല വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അത്രയും കാലിബറുള്ള ഒരു ലീഡറാണ്. അപ്പോൾ ഈ അണ്ണാമലയുടെ ഈ പൊട്ടൻഷ്യലി BJP നേതൃത്വം RSS ഒക്കെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ കോറായി BJPയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ A ക്ലാസ് ലെവലിലേക്ക് അണ്ണാമലയെ ഉയർത്തി കൊണ്ടുവരികയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ആ ഒരു ദിവസത്തിന് വേണ്ടി, അണ്ണാമലയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.